ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അഭിവന്ദനും ബഹുമാന്യനുമായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരായ അധ്യക്ഷൻ UDF ചെയർമാൻ കൂടിയായ ശ്രീ ബി അബ്ദുൽ കരീം, പ്രിയങ്കരനായ KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ TU രാധാകൃഷ്ണൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, ഞാൻ 7:30 മണിക്ക് ഇവിടെ എത്തണ്ടായിരുന്നു. ഞാൻ 2.5 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവായൂരിൽ നിന്ന് പാവറട്ടിയിൽ നിന്ന് പോന്നിട്ട് അത്രയും റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഈ വിഷുവിൻ്റെ തലേദിവസം ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ കുഴപ്പം കൊണ്ടല്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു അസൗകര്യത്തിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. എന്നാലും നിങ്ങളെല്ലാം ഈ വിഷുവിൻ്റെ തലേദിവസമായിട്ട് ഈ 9 മണി കഴിഞ്ഞിട്ടും കാത്തിരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയാണ്. ആ അത്ഭുതം നമ്മുടെ ഭൂരിപക്ഷത്തിൽ പ്രതിഫലിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ശ്രീ ബെന്നി ബെഹനാനും നൽകി ഉജ്ജ്വലമായ വിജയങ്ങൾ. ഞാൻ പറയാനുള്ളത് ഇതൊരു വെറും തെരഞ്ഞെടുപ്പാണോ? സാധാരണ തെരഞ്ഞെടുപ്പാണോ? നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ വിധി നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ ഇന്ത്യ ജീവിക്കണമോ മരിക്കണമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ്. ഇന്ത്യ ജീവിക്കണമെന്നാണ് നമ്മൾ ഉത്തരം കൊടുക്കുന്നതെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ദേശീയ തലത്തിൽ അധികാരത്തിൽ വന്നേ മതിയാവും. അത് വരും, ഒരു സംശയവും വേണ്ട. 400 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞ ആളുകളൊന്നും ഇപ്പൊ കാണുന്നില്ല. അത് 300 സീറ്റായി. ഇപ്പൊ അതിന്റെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വെപ്രാളം കണ്ടില്ല. 400 സീറ്റ് കിട്ടുന്ന ആളുകൾ എന്തിനാ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്നത്? എന്തിനാ ഈ തോന്നിയാസം മുഴുവൻ രാജ്യം മുഴുവൻ കാണിക്കുന്നത്? അപ്പൊ വെപ്രാളം തുടങ്ങി. വെപ്രാളം 2004 ആവർത്തിക്കുക. 2004 ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യ തിളങ്ങുന്നു, വാജ്പേയി തിരിച്ചു വരുമെന്ന് വിചാരിച്ചു. വന്നില്ല. മൻമോഹൻ സിംഗാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. അതുപോലെ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ 2024 തെരഞ്ഞെടുപ്പ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, വിലയിരുത്തുന്ന ഒരാളാണ് ഞാൻ. ഞാൻ നിങ്ങൾക്ക് ആത്മവിശ്വാസം പകരാൻ വേണ്ടി പറയുന്നത് മാത്രമല്ല, എൻ്റെ വിശ്വാസം അതാണ്. വലിയ നിശബ്ദമായ ഒരു തരംഗം നമ്മുടെ രാജ്യത്തുടനീളം നടക്കുന്നു. രാജ്യത്ത് മനുഷ്യന് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഇവരാർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? മോഡി എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നു? എവിടെയെങ്കിലും വെച്ച് ഞങ്ങൾ 10 കൊല്ലമായി അധികാരത്തിലിരുന്നിട്ട് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് എവിടെയെങ്കിലും പറഞ്ഞോ? ഞാൻ കേട്ടില്ല. എവിടെ? അവരെന്താ ചെയ്യുന്നത്? അവര് നമ്മളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ, നമ്മളെ തമ്മിലടിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മാർഗങ്ങളുണ്ട് നോക്കും. അത് അയോധ്യയിലെ രാമനെ കൊണ്ടുവരും, ചിലപ്പോ പൗരത്വ നിയമം കൊണ്ടുവരും. ആളുകളെ ഭിന്നിപ്പിച്ച് നമ്മളെ ശത്രുക്കളാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു. പിന്നെ ഇപ്പൊ മോഡിയുടെ ഗ്യാരണ്ടി പറയുന്നു. ഗ്യാരണ്ടി എന്ന് പറയുന്ന വാക്കാ. നമ്മുടെ നാട്ടിൽ പറയും നിന്റെ വാക്കും പഴയ ചാക്കും ഒരേപോലെ എന്ന് പറയും. മോഡിയുടെ ഗ്യാരണ്ടി എന്തായിരുന്നു 10 കൊല്ലം മുമ്പ്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആദ്യത്തെ ഗ്യാരണ്ടി സ്ത്രീകളോടായിരുന്നു. പാചകവാതകത്തിന്റെ വില കുറച്ചോ? 400 രൂപ ഉണ്ടായിരുന്ന പാചകവാതകത്തിന് 1200 രൂപയായി. 300% വില വർധനവ്. രണ്ടാമത്തെ ഗ്യാരണ്ടി എന്തായിരുന്നു? പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കും. നമുക്കറിയാം, ക്രൂഡ് ഓയിൽ വിദേശ രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് ഡീസലും പെട്രോളും മണ്ണെണ്ണയും ശുദ്ധീകരിച്ചെടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില സർവകാല റെക്കോർഡാ $140. അന്ന് നമ്മൾ 50 രൂപയ്ക്കും 55 രൂപയ്ക്കും പെട്രോളും ഡീസലും കൊടുത്തു. ഇപ്പൊ എത്രയാ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില എന്നറിയോ? 80 രൂപ. 45% വില കുറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ 55 രൂപ ഉണ്ടായിരുന്ന ഡീസൽ ഇപ്പോ 30 രൂപയ്ക്ക് കൊടുക്കണം. 30 രൂപയ്ക്ക് കിട്ടുമോ ഡീസൽ? 100 രൂപ കടന്നു. അപ്പൊ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞതിന്റെ ഗുണം ഉപഭോക്താക്കളായ നമുക്ക് കിട്ടാതെ പോയത് എന്തുകൊണ്ടാ? എത്ര വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറഞ്ഞു, അതിന്റെ 3 ഇരട്ടി തുക നികുതിയായി വർദ്ധിപ്പിച്ചു കേന്ദ്ര ഗവൺമെന്റ്. അപ്പൊ അവരുടെ ഗ്യാരണ്ടിക്ക് എന്ത് വിലയാണുള്ളത്? മൂന്നാമത്തെ ഗ്യാരണ്ടി എല്ലാവരും, കുട്ടികൾക്ക് വരെ അറിയാത്ത തമാശയാണ്. കള്ളപ്പണം വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ ഇട്ടു. എൻ്റെ ഒരു സുഹൃത്ത് 5 ലക്ഷം രൂപ കടം മേടിച്ചു. ഇത് കിട്ടുമെന്ന് എഴുതി. നമ്മളങ്ങനെയുള്ള കിട്ടുമെന്ന് വെച്ചാൽ അപ്പൊ കടം മേടിക്കുമല്ലോ, അത്രയും കൂടി അവൻ അത്രയും മേടിച്ചുള്ള ഭാഗ്യത്തിന്.
20 മേടിക്കുന്നതാണ്. 15 കിട്ടുമെന്നേരം നമ്മൾ 20 കടം മേടിക്കില്ലേ? ആർക്കെങ്കിലും കിട്ടിയോ? ഇയാളുടെ വാക്കിന് എന്ത് വിലയാണുള്ളത്? പിന്നെ പറഞ്ഞു തൊഴിലില്ലായ്മ ഇല്ലാതാക്കും. ഇപ്പോഴത്തെ കണക്ക് എത്രയെന്നറിയാം? ഇപ്പൊ MP ബെന്നിയോട് വരുമ്പോൾ ചോദിച്ചറിയാം, പാർലമെന്റിൽ കേന്ദ്ര ഗവൺമെന്റ് വെച്ച കണക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉണ്ടായ വർഷമാണ് ഈ 5 വർഷം. തൊഴിലില്ലായ്മ കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അത് റെക്കോർഡാക്കി. ഏറ്റവും വലിയ തൊഴിലില്ലായ്മ അത് അയാളുടെ 4ാമത്തെ ഗ്യാരണ്ടി. 5ാമതൊരെണ്ണമുണ്ട്, കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും. ഇരട്ടിയായോ അല്ലെ പകുതിയായോ അല്ലെ 4-1 മുതുകത്തിൽ ആത്തിയടിയേറ്റ് ഹരിയാന ബോർഡറിൽ കർഷകർ നിൽക്കുകയാണ്. അവന്റെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് ഡ്രോണിൽ ബോംബ് വർഷിക്കുകയാണ് ഈ സംഘപരിവാർ ഭരണകൂടം. അപ്പൊ ഇയാളുടെ വാക്ക് പഴയ ചാക്കിന്റെ വിലയാണ് ഉള്ളത്. എന്നിട്ട് വീണ്ടും വന്ന് ഇപ്പൊ ഗ്യാരണ്ടി പറയാണ്. നാട് നശിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഭരിക്കുന്നത്? കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാ. നരേന്ദ്രമോദിയുടെ കൂട്ടുകാരനായ അദാനിയുടെ സ്വത്ത് 10 കൊല്ലം കൊണ്ട് 100 ഇരട്ടിയല്ല, 1000 ഇരട്ടിയല്ല, 10,000 ഇരട്ടിയാണ് വർദ്ധിച്ചത്. ഇന്ത്യയിലെ 90% ആളുകളുടെയും സമ്പത്തിന് തുല്യമാണ് 1% വരുന്ന സമ്പന്നന്മാരുടെ സ്വത്ത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയാണ്. ഇവരും നാട് കുട്ടിച്ചുറാക്കുകയാണ്. എന്നിട്ട് ആളുകളെ ഭിന്നിപ്പിക്കുക. ഈ വിഭിന്നമായ രാഷ്ട്രീയമാണുള്ളത്. അവിടെ അണ്ണൻ ഭരിക്കുന്നു, ഇവിടെ തമ്പി ഭരിക്കുന്നു. അണ്ണനും തമ്പിയും തമ്മിൽ വലിയ സ്നേഹബന്ധത്തിലാണ്. CPM BJP ബന്ധമാണ്, സൗഹൃദം. എന്നോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എന്താ തെളിവെന്ന് ചോദിച്ചു. ഞാൻ പറയും എത്ര തെളിവ് വേണം? പിണറായി വിജയനെതിരായി CBI സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന അഴിമതി കേസ് 6.5 കൊല്ലമായി. SNC ലാവ്ലിംഗ് കേസ് സുപ്രീം കോടതി. CBIയുടെ വക്കീൽ ഹാജരാവില്ല, കേന്ദ്ര സർക്കാരിന്റെ വക്കീല് ഹാജരാവില്ല. അടുത്ത മാസം വെച്ചിട്ടുണ്ട് കേസ്. 60 പ്രാവശ്യത്തെ മാറ്റിവെക്കണം. അടുത്ത മാസം കേസെടുക്കുമ്പോ CBIയുടെ വക്കീലിന് പനിയാണ്, വരാൻ പറ്റില്ല, വരൂല. 6.5 കൊല്ലമായി. ധാരണയാണ്, പരസ്പരം ധാരണയാണ്, സഹായിക്കുകയാണ്. എവിടെ പോയി സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കോഴ കേസ് എവിടെ പോയി? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അകത്തുപോയി. ലൈഫ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു? മുഖ്യമന്ത്രിയായിരുന്നു. അറസ്റ്റ് ചെയ്യേണ്ട, ചോദ്യം ചെയ്യേണ്ട ഒരു മൊഴി എടുത്തോ പിണറായി വിജയന്റെ? ഒരു മൊഴി എവിടെ പോയി? ED ഈ കരുവന്നൂരിൽ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് നടന്നത് എന്താ? 300 കോടി രൂപയല്ലേ CPM-കാര് കൊള്ളയടിച്ചത് അല്ലേ? പാവപ്പെട്ടവൻ ആധാരം കൊണ്ടുപോയി 10 സെന്റിന്റെ ആധാരം പണയപ്പെടുത്തി 50,000 രൂപ എടുക്കും. അവൻ അറിയാതെ 50,000 രൂപ 10 ലക്ഷം വേണ്ടി ഇവര് പുതുക്കിയെടുക്കും. 2 ലക്ഷം രൂപ എടുത്തവന് 25 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ എടുത്തവന് 30 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ എടുത്തവന്റെ 50 ലക്ഷം രൂപ. 6 മാസം കഴിയുമ്പോഴാണ് 50 ലക്ഷം രൂപയുടെ റിക്കവറി നോട്ടീസ് വന്നത്. ഇവര് കൊള്ള ചെയ്യായിരുന്നു. CPM-ന് ആ ബാങ്കിൽ 5 അക്കൗണ്ട് ഉണ്ട്. CPM മെമ്പറല്ല. നാസെന്ന് അറിയാലോ, മെമ്പർ അല്ലാത്തവർക്ക് അവിടെ അക്കൗണ്ട് എടുക്കാൻ പറ്റുമോ? വ്യാജ അക്കൗണ്ടാണ് CPM-ന്. ഇപ്പൊ ഇന്ത്യൻ ബാങ്കിൽ CPM-ന്റെ അക്കൗണ്ടിൽ 13 കോടി രൂപ ജില്ലാ കമ്മിറ്റിയുടെ. എവിടെ നിന്ന്? ഈ ജില്ലയിൽ 25 അക്കൗണ്ട് ഉണ്ട്, വ്യാജ അക്കൗണ്ട് CPM-ന്. ഇത് കൊള്ളക്കാരാണ്. പാവപ്പെട്ടവനെ കൊള്ളയടിച്ച പണമാണ്. എവിടെ പോയി? ED ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തും. എന്താ തൃശ്ശൂരിൽ വോട്ട് വേണം, അത് കാരണം CPM നേതാക്കളായാലും അനങ്ങുന്നില്ല. BJP-യെ സഹായിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവര് തമ്മിലുള്ള ബന്ധമാണ്. മാസപ്പടി വിവാദം വന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് 12 സ്ഥാപനങ്ങളാണ് പണം കൊടുത്തത്. ഒരു സേവനവും ചെയ്തിട്ടില്ല. നമ്മളാരെങ്കിലും അക്കൗണ്ടിലേക്ക് തരുമോ? ആരെങ്കിലും പൈസ ഇട്ട് തരുമോ? വെറുതെ ഇത് പൈസ ഇട്ട് കൊടുക്കുകയാണ് ആളുകൾ. അത് അന്വേഷിക്കാൻ ഒരു കേന്ദ്ര ഏജൻസി വന്നു. എന്താണ്? SFI. അത് എന്നാ 8 മാസമാണ് കാലാവധി. ഇപ്പൊ ഒന്നും വരില്ല. ഇവര് തമ്മിൽ അഡ്ജസ്റ്റ്. പിണറായി വിജയൻ ഒരു സ്വഭാവമുണ്ട്, ഇങ്ങോട്ട് സഹായിച്ച അങ്ങോട്ട് സഹായിക്കും. ഇങ്ങോട്ട് സഹായിച്ചപ്പോ ഇവിടെ ഹവാല പണത്തിന്റെ കേസ്, കൊടകര കുഴൽപ്പണ കേസ് വന്നു. ആരാ 1-ാം പ്രതിയാകേണ്ടിയിരുന്നത്? K. സുരേന്ദ്രൻ, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്. കേരള പോലീസ് അന്വേഷിച്ച പ്രതിയായോ? ഒറ്റ BJP-കാരൻ പ്രതിയല്ല. അതാ പിണറായി വിജയൻ. ഇങ്ങോട്ട് സഹായിച്ച അങ്ങോട്ട് സഹായിക്കും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോ നമ്മുടെ ചിറ്റപ്പൻ രംഗപ്രവേശം ചെയ്തിരിക്കുക. ആരാ ചിറ്റപ്പൻ? LDF-ന്റെ കൺവീനർ ജയരാജൻ സാർ. പുള്ളി പറയാണ് ഒരു സംബന്ധിച്ച് കേരളത്തിൽ BJP ഭയങ്കര മുന്നേറ്റമാണ്, ഒരുപാട് സ്ഥലത്ത് 2-ാം സ്ഥാനത്ത് വരുമെന്ന്. ഞാൻ കണ്ണ് ചിമ്മി നോക്കി, ഇത് സുരേന്ദ്രനാണോ പറയുന്നത്? അപ്പൊ അല്ല, LDF-ന്റെ കൺവീനർ CPM നേതാവ് പറയാണ് ഒരുപാട് സ്ഥലത്ത്
BJP രണ്ടാം സ്ഥാനത്ത് വരും, അടിച്ച് കയറുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, BJP എത്ര സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരും അത്രയും സ്ഥലത്ത് LDF മൂന്നാം സ്ഥാനത്ത് പോകും. അല്ലേ സംഭവിക്കാൻ പോകണം. അത്രയും സ്ഥലത്ത് LDF മൂന്നാം സ്ഥാനത്ത് പോകും. അപ്പൊ LDFന്റെ കൺവീനർ തന്നെ പറയാണ് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് മൂന്നാം സ്ഥാനത്ത് പോകും. ഇതും മതിയായില്ല, പിറ്റേ ദിവസം വീണ്ടും പറയാണ് മിടുക്കൻ സ്ഥാനാർത്ഥികളാണ് LDFന്റെ BJPയുടെ സ്ഥാനാർത്ഥികളാണ് LDF കൺവീനർ പറയാ. അപ്പൊ എനിക്ക് സംശയം പോലെ കൃഷ്ണദാസാണോ പറയണത്? അല്ല, CPM നേതാവ് എന്ന് പറയാണ് മിടുക്കൻ സ്ഥാനാർത്ഥികളാണെന്ന്. ഇപ്പൊ കണ്ടില്ലേ തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി നല്ല മിടുക്കൻ സ്ഥാനാർത്ഥി എന്ന് ആരാ പറയണത്? CPM പിന്തുണയ്ക്കുന്ന മേയർ. ഇനി പിണറായി വിജയൻ മാത്രം പറയാനുണ്ട്, പുള്ളി പറയാതെ പറയുന്നുണ്ട്. കഴിഞ്ഞ 35 ദിവസമായിട്ട് നിങ്ങൾ പത്രം എടുത്ത് നോക്കിക്കോ, TV എടുത്ത് നോക്കിക്കോ, പിണറായി വിജയൻ ഒറ്റ പ്രസംഗമാണ്. ഒരേ തയ്യാറാക്കിയ അച്ചടിച്ച പ്രസംഗം 35 ദിവസം അതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് കോൺഗ്രസിനെതിരെ, ഒന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ. അപ്പൊ ഇയാൾ മത്സരിക്കുന്ന ആർക്കെതിരെയാണ് ഇവര് മത്സരിക്കുന്നത്? നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനാണ് നമ്മൾ മത്സരിക്കുന്നത്, അല്ലേ? കോൺഗ്രസ് മത്സരിക്കുന്നത്, UDF മത്സരിക്കുന്നത് ഫാസിസത്തിനെതിരായി, വർഗീയതയ്ക്കെതിരായി, നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ. CPM മത്സരിക്കുന്ന എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ട്? 15 സീറ്റ് കേരളത്തിൽ, 2 തമിഴ്നാട്, 1 രാജസ്ഥാൻ, 1 ത്രിപുരയിൽ, 19 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. ബാക്കി ബംഗാളിൽ മത്സരിക്കുന്ന കാര്യമില്ല, 5ാമത്തെ 6ാമത്തെ സ്ഥാനത്ത് പോവും. 19 സീറ്റിൽ മത്സരിക്കുന്ന ഇവരാണോ BJPയെ താഴെ ഇറക്കാൻ പോണത്? ഞാൻ കഴിഞ്ഞ ദിവസം ഞെട്ടി. CPM പ്രകടന പത്രിക ഇറക്കിയിരിക്കുന്നു. ഞങ്ങൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യും? ഭയങ്കര തൊലിക്കെട്ടിയല്ലേ. 540 അംഗങ്ങളുണ്ട് ഇന്ത്യയിലെ പാർലമെന്റിൽ. 19 സീറ്റിൽ മത്സരിച്ചിട്ട് എങ്ങനെ ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന് സമ്മതിക്കണ്ടേ? ആളുകൾ പറയാ നമ്മൾ മത്സരിക്കുന്നത് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ. അവർ മത്സരിക്കണം എന്തിനാ? അവരുടെ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അതിനാ മത്സരിക്കുന്നത്. ദേശീയ അംഗീകാരം പോവും. അടുത്ത പ്രാവശ്യം അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോ കണ്ണൂർ ജില്ലയിലെ ധർമ്മടത്ത് ചുവരെഴുത്ത് വരും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ പിണറായി വിജയന് മരപ്പട്ടി അടയാളത്തിൽ വോട്ട് ചെയ്യും. അതാണ് വരാൻ പോണ, സംഭവിക്കാൻ പോണ്. അതാണ് സംഭവം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ഓട്ടം. ഇത് നമ്മൾ പറഞ്ഞല്ലോ, കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞാണ്. വേറെയും കുറെ ചിഹ്നം പറഞ്ഞു, മരപ്പട്ടി, നീരാളി, CPMന് ചേർന്ന ചിഹ്നമല്ലേ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. മരപ്പട്ടി, നീരാളി തുടങ്ങിയ ചിഹ്നത്തിൽ മത്സരിക്കും എന്നാ പറയുന്നത്. അപ്പൊ ചിറ്റപ്പൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇനി അന്തർധാര എന്നുള്ളൊരു വാക്ക് ഒറ്റാൾ ഉപയോഗിക്കണം. അന്തർധാര എന്ന് വെച്ചാൽ രഹസ്യ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ പരസ്യമായി CPM നേതാവും BJP നേതാവും തമ്മിൽ ഒരുമിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സായി. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും LDF കൺവീനർ EP ജയരാജന്റെ കമ്പനിയും തമ്മിൽ ഒരുമിച്ച് പാർട്ട്ണർഷിപ്പായി. ഞാൻ പറഞ്ഞപ്പോ ഇവര് രണ്ടുപേരും നിഷേധിച്ചു. അപ്പൊ ജയരാജൻ വന്ന് പറഞ്ഞു എനിക്കോ എന്റെ ഭാര്യയ്ക്കോ സ്വത്തുണ്ടെങ്കിൽ VD സതീശൻ വന്നേക്കാം. എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ വേണ്ട. ഞാൻ ഇത് വല്ല കള്ളപ്പണമാണെന്ന് ഓർത്ത് നമ്മുടെ എന്തിനാ വേണം? സത്യത്തില് ഇത് വന്നിട്ട് മാള നിയോജകമണ്ഡലം ഇലക്ഷൻ കമ്മിറ്റിക്ക് തന്നേനെ, കരിവിക്കൊക്കെ കൊണ്ടുവന്ന് പൈസ തന്നേനെ കിട്ടിയത്. എനിക്ക് പിന്നീട് അബദ്ധം വരും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി പറയാ എന്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ട്, എന്താണ്? അപ്പൊ രാജീവ് ചന്ദ്രശേഖർ എന്റെ കമ്പനിയും EP ജയരാജന്റെ കമ്പനിയും തമ്മിൽ ഒരുമിച്ച് പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾക്ക് എന്താണ്? ഞങ്ങൾക്കൊന്നുമില്ല, നിങ്ങളിപ്പോ ഇങ്ങനെയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പിണറായി വിജയനോട് നിയമസഭയിൽ നേരിട്ട് മുഖത്ത് നോക്കി ചൂണ്ടുവിരൽ ചൂണ്ടി ചോദിച്ചു, നിങ്ങൾ ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി സ്വന്തം കാർ എടുക്കാതെ വേറൊരു കാറിൽ മസ്കറ്റ് ഹോട്ടലിൽ പോയി കേരളത്തിലെ RSS നേതാക്കളുമായി ശ്രീ M എന്ന് പറയുന്ന ഒരു ആത്മീയ നേതാവിന്റെ മധ്യസ്ഥതയിൽ നിങ്ങൾ ചർച്ച ചെയ്തില്ലേ? മിണ്ടാട്ടോ ഇല്ല, മിണ്ടുന്നില്ല, മറുപടിയില്ല. നിയമസഭയിലാണ്, നേരിട്ടാണ്. ഞാൻ ഇപ്പുറത്തിരിക്കുന്നു, അദ്ദേഹം അപ്പുറത്തിരിക്കുന്നു, മറുപടിയില്ല. 4 മാസം കഴിഞ്ഞപ്പോൾ ശ്രീ M-ന് ഒരു 4 ഏക്കർ പതിച്ചു കൊടുത്തു. ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു, ആ ശ്രീ M എന്ന് പറയുന്ന ആത്മീയ നേതാവ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തിരുവനന്തപുരത്ത് വന്നിരുന്നു, വീണ്ടും അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അതാണിപ്പോ അവർ ചെയ്യുന്നത്. BJPയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം, പിണറായി വിജയൻ ഉള്ളത് കോൺഗ്രസ് വിരുദ്ധത. ഇത് രണ്ടും തമ്മിൽ ഒരുമിച്ച് ചേരുകയാണ്. പക്ഷെ ഞങ്ങൾ പറയുന്നു, ആണയിട്ട് പറയുന്നു, കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPയുടെ അക്കൗണ്ട് തുറക്കാൻ കോൺഗ്രസും UDF-ഉം സമ്മതിക്കില്ല.
ഒരു സംശയം വേണ്ട. വർഗീയതയ്ക്കെതിരായ അതിശക്തമായ നിലപാടാണ്. അതിൽ വെള്ളം ചേർക്കില്ല, അതിൽ വിട്ടുവീഴ്ചയില്ല, ആ നിലപാടിൽ മാറ്റമില്ല. വോട്ട് കിട്ടാൻ വേണ്ടി വെള്ളം ചേർക്കുന്ന പാർട്ടി അല്ല ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ പ്രസ്ഥാനവും അതല്ല. ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ട് 8 മാസം എല്ലാ ദിവസവും പൗരത്വം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വേറെ വിഷയം ചർച്ച ചെയ്യാതിരിക്കാനാ. 2019 പൗരത്വ നിയമം വന്നപ്പോ എനിക്കടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് കേസുണ്ട്, 835 കേസുണ്ട്. നമ്മളല്ലേ സമരം ചെയ്ത് പൗരത്വ നിയമത്തിനെതിരായി? ഈ പിണറായി വിജയന്റെ പോലീസല്ലേ കേസെടുത്തത്? എന്നിട്ട് എന്തേ കേസ് പിൻവലിച്ചോ? 69 കേസ് പിൻവലിച്ചുള്ളൂ, ബാക്കി കേസ് നിൽക്കുകയാണ്. BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അന്നത്തെ കേസ് പിൻവലിക്കാത്ത പിണറായി വിജയൻ ഇപ്പൊ എന്താ പൗരത്വ നിയമത്തോടൊരു പ്രത്യേക വിരോധം? എന്നിട്ട് നുണ പറഞ്ഞു. കോൺഗ്രസ് MP-മാർ സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ ശശി തരൂരും NK പ്രേമചന്ദ്രനും ET മുഹമ്മദ് ബഷീറും പൗരത്വ നിയമത്തിനെതിരായി നടത്തിയ അതിമനോഹരമായ പ്രസംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അയാൾ വീണ്ടും ഒരു നുണ പറഞ്ഞു. രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു, വോട്ട് ചെയ്യാൻ വന്നില്ല, കോൺഗ്രസ്സുകാരും വോട്ട് ചെയ്തില്ല. ഞാൻ പാർലമെന്റിലെ പ്രൊസീഡിങ്സ് എടുത്ത് രാഹുൽ ഗാന്ധി അടക്കം, ബെന്നി ബെഹനാൻ അടക്കം, TN പ്രതാപൻ അടക്കമുള്ള ആളുകൾ പാർലമെന്റിൽ പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിന്റെ രേഖ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്റെ കേരളത്തിലെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. എന്നോട് 3-4 LDF സ്ഥാനാർത്ഥികൾ, നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, വോട്ട് ചോദിച്ചാൽ എന്ത് പറ്റി? അല്ല, സ്ത്രീകളെ കാണാനേ പറ്റുന്നില്ല. എന്താ കണ്ടു കഴിഞ്ഞ് ചോദിക്കും പെൻഷൻ എവിടെയെന്ന് ചോദിക്കും. 55 ലക്ഷം പേർക്കാണ് പെൻഷൻ കിട്ടാനുള്ളത്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 7 മാസമായി. 45 ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ടില്ല. 1 കോടി ആളുകൾക്കാണ് പെൻഷൻ കിട്ടാനുള്ളത്. ആശുപത്രിയിലും മരുന്നുണ്ടോ? കോടികളാണ് മരുന്ന് കമ്പനിക്ക് കൊടുക്കാനുള്ളത്. കാരുണ്യ കാർഡ് ആശുപത്രിയിൽ സ്വീകരിക്കില്ല. സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കാനുള്ളത് കോടികളാണ്. മാവേലി സ്റ്റോറിൽ വല്ല സാധനമുണ്ടോ? ഒരു സാധനവും ഇല്ല. റാംസാൻ ചന്തയുണ്ടോ? ഈസ്റ്റർ ചന്തയുണ്ടോ? ക്രിസ്മസ് ചന്ത ഉണ്ടായിരുന്നോ? ഒരു ചന്ത, എല്ലാ ചന്തയും പൂട്ടിപ്പോയി. എല്ലാ ചന്തയും പോയി, തകർന്നു, തരിപ്പണമായി. സ്കൂള് പൂട്ടിയത് ഭാഗ്യം. 6 മാസമായിട്ട് കുട്ടികളുടെ ഉച്ചക്കഞ്ഞി കൊടുക്കുന്നത് ഹെഡ്മാസ്റ്റർമാരും HPSമാരുമാണ്. അവർക്ക് കാശ് കൊടുത്തിട്ടില്ല സർക്കാർ. 16,000 കോടിയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളത്. റോഡ് പണിയൊക്കെ ഏകദേശം തീരുമാനമായി, അതെല്ലാം കരാറുകാർ എടുക്കാത്ത സ്ഥിതിയായി ഇല്ലേ? 16,000 കോടി, 40,000 കോടി ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുണ്ട്. ഇവിടെ എന്തല്ലോ പെൻഷൻകാര് DR കിട്ടിയോ? പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കിട്ടിയോ? ജീവനക്കാർക്ക് DA കുടിശ്ശിക എത്രയാ? 21% കൊടുത്തോ? ഒന്നും കൊടുക്കൂല. 5 നയാ പൈസ. ഞാൻ പറഞ്ഞു ഖജനാവിൽ പൂച്ച പറ്റി കിടക്കാന്ന് പറഞ്ഞു. ധനകാര്യമന്ത്രിക്ക് ഭയങ്കര വിഷമം. അങ്ങനെ പറഞ്ഞത് ശരിയായി. ഞാൻ പറയാൻ കാര്യം, എൻ്റെ വീട്ടിൽ കുറെ പൂച്ചകൾക്കൊക്കെ അറിയാം, ഇഷ്ടംപോലെ പൂച്ചയുണ്ട്. ഇത് ഈ പ്രസവിക്കാൻ നേരത്ത് കിടന്നുള്ളൊരു വെപ്രാളം കണ്ടിട്ടില്ലേ? ഒരു ഓട്ടം 2 ദിവസം ഇങ്ങനെ ഓടി 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 ആരും വരാത്തൊരു മൂല കണ്ടുപിടിച്ച്, ഒരു ആക്ടിവിറ്റിയും നടക്കാത്തൊരു സ്ഥലം കണ്ടുപിടിച്ച് പൂച്ച അവസാനം അവിടെ പോയി പ്രസവിക്കും. കേരളത്തിൽ ഇപ്പൊ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഏതാ? ഖജനാവ്. വല്ല പരിപാടി നടക്കുന്നുണ്ട് അവിടെ. 5 നയാ പൈസ ഇല്ല, സുഖമായിട്ട് പ്രസവിക്കും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സത്യമാണ്. നീ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, 3-1 കിട്ടിയ പൈസ ഈ പ്രാവശ്യത്തെ പദ്ധതി വിഹിതം എത്ര എന്തറിയാം? മൊത്തം 65% കണക്കില് 50% പോലും ഇല്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും മോശം പദ്ധതി വിഹിതം ഉണ്ടായിട്ടില്ല. ഒരു പൈസയില്ല. അഹങ്കാരത്തിന് മാത്രം ഒരു കുറവുമില്ല. നമ്മുടെ പിള്ളേരെ ചെടിച്ചട്ടി കൊണ്ടും കമ്പിവടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലിച്ചതച്ചപ്പോൾ ജീവൻ രക്ഷാപ്രവർത്തനമാണ്, തുടരണം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാ കേരളത്തിൽ. ആ സിദ്ധാർത്ഥിന്റെ മരണം കണ്ടില്ലേ? ആ പയ്യൻ, എനിക്ക് സങ്കടമാവും. അമ്മയെ കാണാൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടാണ്. കൊച്ചിയിലെത്തിയപ്പോ ഫോൺ വന്നു ഇവന്മാരുടെ. തിരിച്ച് എന്നാൽ തല്ലൂന്നറിയാം, തിരിച്ച് എല്ലാം പറയാം, ഉറപ്പായിട്ട് അടി കിട്ടുമെന്നറിയാം. കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും കിട്ടുമെന്നറിയാം. ആരെങ്കിലും പോവോ? ഇവൻ പോയി. എന്താ പോവാൻ കാര്യം? അപ്പൊ പോയില്ലെങ്കിൽ പിന്നെ കോളേജിൽ പോയി പഠിക്കാൻ പറ്റില്ല. അവ തൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് തന്നെ പഠിപ്പിക്കുന്നത്, ബുദ്ധിമുട്ടി പഠിപ്പിക്കുന്നതാണ്. അവർക്ക് വിഷമമുണ്ടാകാൻ പാടില്ല. തല്ല് കിട്ടിയാലും പോകാം എന്ന് കരുതി അച്ഛനെയും അമ്മയും വിഷമിക്കാതിരിക്കാനാണ് ആ കുഞ്ഞ് പോയത്. അവനെ 130 കുട്ടികളുടെ മുമ്പിൽ വിവസ്ത്രനാക്കി ക്രൂരമായി മർദ്ദിച്ച് തല്ലിക്കൊന്നിയവന്മാർ കെട്ടിത്തൂക്കിയവന്മാർ തന്നെ അയച്ച ആശുപത്രി കൊണ്ടുപോയി.
ആ ക്രിമിനലുകളെ സംരക്ഷിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പോളിംഗ് ബൂത്തിൽ പോകുന്ന ഒരു അമ്മയും അച്ഛനും മറക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ കുഞ്ഞിന്റെ മുഖം, നമ്മുടെ കുഞ്ഞല്ലേ അത്, നമ്മുടെ മക്കളും പഠിക്കുകയല്ലേ. ഇവന്മാർ ഇടിമുറിയുണ്ടാക്കി പിള്ളേരെ അടിക്കുകയാണ്. കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ SFI ചേർന്നില്ലെങ്കിൽ വാളയാറ് 9 വയസ്സും 13 വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കി. അതൊരു കേസ് വെറുതെ വിട്ടു, കാരണം CPM കാരായിരുന്നു. വണ്ടിപ്പെരിയാർ 6 വയസ്സുള്ള പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊന്ന്. DYFI കാരൻ പ്രതി, കേസ് വെറുതെ വിട്ടു, കോടതി വെറുതെ വിട്ടു. കോടതി പോലീസിനെതിരായി രൂക്ഷമായ വിമർശനമാണ്. എന്ത് തോന്നിയവാസം CPM കാരി ചെയ്താലും അതിനെ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. നാട്ടിലെ ലഹരി മരുന്ന് കടത്ത് മുഴുവൻ ഇവരെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ എല്ലാം പിതൃത്വം അവർക്കാണ്. പാനൂര് ബോംബുണ്ടാക്കി, പൊട്ടിത്തെറിച്ചു, ഒരുത്തം മരിച്ചു. ആരാണ്? നമ്മളോട് ചോദിക്കുകയാണ്. ഇടാ, ബോംബ് ഉണ്ടാക്കിയവൻ CPM കാരൻ, മരിച്ചത് CPM കാരൻ, പരിക്ക് പറ്റിയത് CPM കാരൻ, ആശുപത്രി കൊണ്ടുപോയത് CPM കാര്, മരിച്ചവന്റെ ബോഡി വീട്ടിൽ വന്നപ്പോ ലാൽ സലാം പറഞ്ഞ് സല്യൂട്ട് ചെയ്ത് റീത്ത് വെച്ചത് CPM നേതാക്കൾ. എന്നിട്ട് പറയാ ഒരു ബന്ധമില്ലെന്ന്. ഈ ഗോവിന്ദ മാഷിന്റെ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് DYFI കാരോട് ചോദിക്കും, അവർ ഞങ്ങളുടെ പോഷക സംഘടന അല്ലെന്ന്. ഇയാളെ കിളി പറഞ്ഞു പോയ. ഇനി നാളെ ഞങ്ങൾ പത്രസമ്മേളനം നടത്തി DYFI കോൺഗ്രസിന്റെ പോഷക സംഘടന എന്നങ്ങ് ഇയാൾ പറയൂ. പല ഉളുപ്പും വേണ്ടേ ചുമ്മാ അടിക്കാണ് നിന്നിട്ട്. DYFI കാരോട് ചോദിക്കുക. ഇവന്മാരെല്ലാം അഴിച്ചു വിട്ടിരിക്കുകയാണ് കേരളത്തിൽ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വർഗീയതയെ തോൽപ്പിക്കണം, ഫാസിസത്തെ കുഴിച്ചു മൂടണം. അതോടൊപ്പം ഈ ധിക്കാരികളെ, അഴിമതിക്കാരെ, കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന ഈ അഴിമതിക്കാരെ, കെടുകാര്യസ്ഥതയുടെ പെരിയായമായി മാറി കേരളത്തെ തകർത്തവരെ, അവർക്ക് താക്കീത് നൽകണം. ഉജ്ജ്വലമായ വിജയം ശ്രീ ബെന്നി ബെഹനാന് നൽകണം. നമ്മുടെ ലക്ഷ്യം എന്താ? 20-ൽ 20 20 സീറ്റും നമുക്ക് നേടണം. ജനങ്ങൾക്ക് അത്രമാത്രം അമർഷവും വേദനയും ദുഃഖവുമുണ്ട്. നമ്മൾ അവരോടൊപ്പം നിൽക്കും, ജനങ്ങളോടൊപ്പം നിൽക്കും. ഇത് കഴിഞ്ഞിട്ട് വേണം, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വേണം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉള്ള പോരാട്ടം തുടങ്ങാൻ. ഈ ഗവൺമെന്റിനെ ഇവരെ താഴെ ഇറക്കി ഇവരെ ജനങ്ങൾ ഇവർക്ക് മറുപടി കൊടുക്കാൻ കാത്തിരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ നന്നായി കഠിനാധ്വാനം ചെയ്ത് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിച്ച് പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചാൽ മതി. അവർ നമുക്ക് കൈയടയാളത്തിൽ വോട്ട് ചെയ്ത് നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഇപ്പോഴും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് നിങ്ങളോട് പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തു ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.